പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസാ കടന്നു വരാറുള്ളത്. എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ, മുസ്ലിമീങ്ങളായ നമ്മൾ ഈസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നമ്മൾക്ക് എങ്ങനെയാണ് ഈസാ നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക? ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. അള്ളാഹു പറഞ്ഞത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 രീതിയിലാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത്. സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂദായിസം, ക്രിസ്ത്യാനിസം, ഇസ്ലാമിസം, ഈ 3 മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ജൂതന്മാര് പറയുന്നത് ഈസാ നബി ജാരസന്തതി എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബി ജാരസന്തതിയാണ്. മറിയം ബീവി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന് ആര് പറയുന്നു? ജൂതന്മാർ. അതുകൊണ്ടാണ് ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തുടങ്ങിയത്. മറിയമിനോട് ചോദിക്കുന്നുണ്ട്, ഒമാകാന അബൂകി ഇംറഅ സൗഇൻ, മറിയമേ, നിന്റെ ഉപ്പ മോശക്കാരിയല്ലായിരുന്നല്ലോ, നിന്റെ ഉപ്പ മോശക്കാരായിരുന്നില്ലല്ലോ, നീ എന്താ മോശക്കാരായി, നീ എന്താ മോശക്കാരിയായി എന്ന് ജൂതന്മാര് മഹദിയായ മറിയം ബീവിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജൂതന്മാരാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പിന്നാലെ ഓടുന്നത്. എന്നിട്ട് കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം, കൊന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. കൊന്നിട്ടില്ല, അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഞാൻ പറയട്ടെ, ഒമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു മുറിക്കകത്തേക്ക് കയറിയപ്പോ അല്ലാഹു ഈസാ നബിയെ ഉയർത്തുകയും അതേപോലെയുള്ള ഒരാളെ തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഖുർആനാണ്. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി പ്രവാചകനാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജാരസന്തതിയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, ഈ ഒരു യുദ്ധത്തില് ജൂതന്മാരാണല്ലോ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ പോകുന്നത്. അമേരിക്ക എന്നാൽ ക്രൈസ്തവരാണ് അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ആളുകളുമുള്ളത്. ജൂതന്മാർ ഈസാ നബിയെ കൊന്നു എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരന് എങ്ങനെയാണ് ഇസ്രയേലുകാരെ സഹായിക്കാൻ കഴിയുക? നെപ്പോളിയനും അതുപോലെ തന്നെ ഹിറ്റ്ലറുമടക്കം 15 ലക്ഷത്തോളം ജൂതന്മാരെ